പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സഗീർ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു തങ്ങളുടെ കഥയും അതുപോലെ മറ്റ് ചില കാര്യങ്ങളും കൂടി ചേർത്ത് പറഞ്ഞിരുന്നു. ചെറിയ ചില ചില്ലറ സഹായങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാര്യം അദ്ദേഹം സ്ട്രോക്ക് വന്ന്, അതായത് ഈ ടെൻഷനൊന്നും താങ്ങാതെ ഈ ബാധ്യതകളും ആ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുള്ള കേസുകളും സാമ്പത്തികം സംബന്ധിച്ചുള്ള കേസുകളാണ്. പണം കൊടുക്കാനുള്ള മറ്റുള്ളവർ കൊടുത്തിട്ടുള്ള കേസുകൾ കൊറോണയുമായി ബന്ധപ്പെട്ട് കൊറോണ തകർത്ത് കളഞ്ഞ ജീവിതങ്ങളിൽ ഒന്നാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന, അങ്ങനെ ജീവിച്ചിരുന്ന, ഉപജീവനം നയിച്ചിരുന്ന, അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ഒരാളാണ് അവസാനം കടം കയറി ഈ കോലത്തിലായത് എന്ന് ചിന്തിക്കണം. ചെറിയ കടങ്ങളേ ഉള്ളൂ, ചെറിയ കുറച്ച് ചില്ലറ കേസുകളും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര ചെറിയ കടവും വലിയ കടമാണ് എന്ന് നമുക്കറിയാം. ഒരു 10-20 ലക്ഷത്തോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതിയാണ് ഞാനന്ന് വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം ഉദ്ദേശിച്ച സഹായമൊന്നും കിട്ടിയില്ല. ഏതാണ്ട് 20,000 30,000 രൂപ മാത്രമാണ് ആകെ സാമ്പത്തിക സഹായമായി ലഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് എല്ലാം വഷളായി. ഇപ്പോ ഒരു വശം തളർന്ന്, അതായത് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് ഇപ്പോൾ ചികിത്സയിലാണ്. വീടില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, സാമ്പത്തിക പ്രയാസത്തിലാണ്. ഇതാണ് ഇപ്പോഴത്തെ ലൈവിലെ അവസ്ഥ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് വന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ലഭിക്കാതിരിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ജെനുവിനായിട്ട് ലഭ്യമാകുന്ന സമയത്ത് ജെനുവിൻ അല്ലാത്ത ഒരു കേസിൽ ഒരു വ്യക്തി ഇതുപോലെ സാമ്പത്തികമായി തകർന്നുപോയി, എന്റെ വീടും പറമ്പും ജപ്തിയാകാൻ പോകുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാനടക്കം വീഡിയോ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 80 ലക്ഷത്തിലധികം രൂപ കിട്ടി. അദ്ദേഹത്തിന്റെ കടം തീർന്നു, ജപ്തിയിലേക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ തിരിച്ചെടുത്തു, അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുന്നു. എനിക്ക് വളരെ കുറ്റബോധമുണ്ട് അദ്ദേഹത്തിലേക്ക് വീഡിയോ ചെയ്തതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത്. കാരണം പിന്നീടാണ് അദ്ദേഹത്തിന്റെ ആ മാർഗങ്ങൾക്കപ്പുറം മറ്റു ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. പോട്ടെ, ഏതായാലും മലയാളികൾ എല്ലാവരും ഒത്തുപിടിച്ചു, അദ്ദേഹത്തിന്റെ കടക്കണിയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കയറ്റി. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വത്തും വകകളും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. നല്ല സമ്പന്നനായി തന്നെ അദ്ദേഹം തുടരുന്നുമുണ്ട്. ഇത് തന്നെയാണ് വസ്തുത. നേരെ മറിച്ച് സഗീറിനെ സംബന്ധിച്ചിടത്തോളം 1 സെന്റ് ഭൂമിയില്ല, വീടില്ല, ആരും സഹായിക്കാനില്ല, വെറും തെരുവിലിറക്കപ്പെട്ട ഒരാളായി അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത്. എന്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചത്. അന്ന് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ ഇനി മറ്റു വഴികളൊന്നും ഇല്ല എന്ന്. അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്തിരുന്നു. അത്രത്തോളം സ്ട്രെസ് കൂടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം കിടപ്പിലായി പോയ ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അന്ന് ഈ പറഞ്ഞ അനർഹനായ ഒരാൾ സാമ്പത്തികമായി നാട്ടുകാരെ മുഴുവൻ, മലയാളികൾ മുഴുവൻ പറ്റിച്ചത് കൊണ്ട് ഈ സഗീർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം ആരും കൊടുത്തില്ല. ഇതും അതുപോലെ തന്നെ ഒരു കള്ളനാണ്, അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹം ബാക്കിയുള്ളവർ കരുതിയെങ്കിൽ അവർ തെറ്റു പറയാൻ പറ്റും. സഗീറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന, ഈ അസുഖം വന്ന് സ്ട്രോക്ക് വന്ന് പറ്റാത്ത അവസ്ഥ വരുന്നതിന് മുമ്പ് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ സംരക്ഷിച്ചിരുന്നതും അവരെ പഠിപ്പിനും മറ്റു കാര്യങ്ങളും എല്ലാം പാടുപെട്ടിരുന്നതും ഈ സഗീർ തന്നെയായിരുന്നു. ഞാനിതിങ്ങനെ പറയുന്നത്, സഗീർ എന്റെ വീട്ടിൽ വന്ന് എന്റെ അടുത്തിരുന്ന് സംസാരിച്ച വീഡിയോ ഞാൻ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സഗീർ ഇന്ന് കിടപ്പിലാണ്, അദ്ദേഹത്തിന് സംസാരശേഷി ഇല്ല, ഒരു വശം തളർന്ന് കിടക്കുകയാണ്. അതാണ് നിലവിലുള്ള അവസ്ഥ. ഞാൻ ചിത്രവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുവായ ഒരു കുഴപ്പം, ആരെങ്കിലും ഒരാൾ തകർന്നു പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ അയാൾ കിടന്നു കഴിയുമ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ഒലിപ്പിച്ചുകൊണ്ട് ആൾക്കാർ വരികയും ചെയ്യും. ആ ഒലിപ്പിക്കലിന് പ്രത്യേകിച്ച് കാര്യവുമില്ല. Different angles. Don't forget to subscribe and support this channel.